ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലെ ശാബത്ത് സ്കൂൾ പാഠവുമായിട്ട് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ഈ പ്രോഗ്രാമിലൂടെ ദൈവജനവുമായിട്ട് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ പാഠം നാം പഠിക്കുമ്പോൾ നമ്മെ ദിനംതോറും ദൈവത്തിൻ്റെ കരുതലിലും സ്നേഹത്തിലും വിടുവിക്കുന്ന രക്ഷിക്കുന്ന വീരനായ ദൈവത്തെ ഒരു പടി കൂടി പരിചയപ്പെട്ട് അവിടുത്തെ പാദപീഠത്തിൽ നമുക്ക് ശരണപ്പെടുവാൻ പാഠപഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പറയുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വീണ്ടെടുപ്പുകാരനും വേഗം വരുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, തിരുമേനി കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിയങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ പുലർത്തി വീണ്ടും ദൈവവചനം പഠിക്കുവാൻ അടിയങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ പാഠങ്ങളെ ഞങ്ങളെ കൂടുതൽ ദൈവമേ അവിടുത്തെ രക്ഷണ്യ വേലയുടെ ഭാഗമാക്കുവാനും അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾക്ക് അഭയം കണ്ടെത്തി താഴ്മപ്പെട്ട് ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകലാപത്തിൽ നിന്നും വിടുവിക്കുന്ന സകല പാപദോഷങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം അടിയങ്ങളെ നടത്തുന്ന വിധങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. പാഠം പഠിക്കുന്ന എല്ലാവരും ഈ ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ പാഠം, മൂന്നാം ക്വാർട്ടറിലെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കിയാണ്. ഈ നാളുകളിൽ നാമും ഒരു പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ലോകമാകുന്ന മിസ്രൈമിലെ ജീവിതത്തിൽ നിന്ന് കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ വഴിത്താരയിലൂടെ പാപത്തിൻ്റെ അടിമനുഖത്തിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൻ്റെ രക്ഷണ്യ ശക്തിയാൽ വിടുതൽ പ്രാപിച്ച് സ്വർഗീയ കനാനെ ലക്ഷ്യം വെച്ച് പോകുവാൻ വിളിക്കപ്പെട്ടവരായ നാം ആ രക്ഷണ്യ വേലയുടെ ഭാഗമായി ദൈവജനത്തെ മോശയുടെ വേലയിലൂടെ ആ പങ്കാളികളായിത്തീരുന്ന ഒരനുഭവം കൂടി ഈ പാഠപഠനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നാലാമത്തെ പാഠം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ബാധകൾ എന്ന തലക്കെട്ടോടുകൂടിയ ഈ പാഠം. ഇതിൻ്റെ മനഃപ്പാഠവാക്യം നാം പഠിക്കുമ്പോൾ 9-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യമാണ്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ മോശയോട് ദൈവം സംസാരിക്കുന്നതാണ്. ഇപ്രകാരം പറയുന്നു: യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. ഈ ആഴ്ചയിലെ പാഠത്തിലെ പ്രധാനമായിട്ടും 9 ബാധകൾ, എന്നിട്ടും ഫറവോൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതായ കഠിനത, ആ കഠിന ഹൃദയം, ആ മത്സര ഹൃദയം, ആ താഴ്മപ്പെടാത്ത ഹൃദയത്തെ നാം പരിചയപ്പെടുകയാണ്. മോശ ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം അഹറോനും മോശയും ദൈവജനത്തെ വിട്ടയപ്പാൻ തക്കവണ്ണം മിസ്രൈമിലെ ദൈവങ്ങളോട് പോരാടുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആ ന്യായവിധി വിളിച്ചു വരുത്തുന്ന പങ്കാണ് മോശയും അഹറോനും അവിടെ ചെയ്യുന്നത്. കാരണം ദൈവജനത്തെ വിടുവിക്കുവാൻ, അവർക്കൊരു സമയം കൊടുക്കുവാൻ, അവരുടെ ഹൃദയത്തിനൊരു മാനസാന്തരം ഉണ്ടാകുവാൻ, അവർ സത്യദൈവത്തെ ഒന്ന് അറിയുവാൻ, അവിടുത്തെ വഴികളെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ആ രാജ്യത്തിൻ്റെ ഈജിപ്റ്റ് എന്ന് പറയുന്നതായ വളരെ സയൻറ്റിഫിക്കായിട്ട് വളർച്ച പ്രാപിച്ച വളരെ സംസ്കാര സമ്പന്നമായ പുരാതന ഈജിപ്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത്രമാത്രം വളർച്ച പ്രാപിച്ച ഒരു സംസ്കാരമില്ലായിരുന്നുവെന്ന് തന്നെ ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് 1500-ലധികം ദേവന്മാരും ദേവതകളും ഉപദേവതകളുമായ ഒരു സംഖ്യ ദൈവങ്ങൾ അവരെ ഭരിച്ചിരുന്നു. അവരുടെ വിശ്വാസത്തെ അതിലധിഷ്ഠിതമായി കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ബാധകളുടെ പശ്ചാത്തലം നാം പഠിക്കുമ്പോഴും
ഇതുതന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർ ആശ്രയം വെച്ചിരുന്നതായ ഓരോ ദൈവത്തിനും അവരെ രക്ഷിപ്പാൻ കഴിയാതെ വരുമ്പോൾ അവർ യഥാർത്ഥ ആശ്രയം ആരിൽ വെക്കണമെന്നുള്ള പാഠമാണ് ഓരോ ബാധ കഴിയുമ്പോഴും മോശ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു കഥ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കർഷകന് ഒരു കഴുതയുണ്ടായിരുന്നു. ഈ കഴുത അതിൻ്റെ പുറത്തുള്ള ഭാരം കാരണം അതങ്ങ് കിടന്നു. അതിനത് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കഠിനഹൃദയനായ ഈ കർഷകൻ വലിയൊരു വടിയെടുത്ത് ഇതിനെ താറുമാറ അടിക്കുകയാണ്. അപ്പോൾ അനങ്ങുവാനും എണ്ണിക്കുവാനും ഒക്കെ അത് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ കണ്ടു നിന്ന ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ അത് അനങ്ങുന്നത്? അപ്പോൾ പറഞ്ഞു, ആദ്യമേ നിങ്ങൾ അതിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം. അപ്പോഴേ ഈ ബാധകളൊക്കെയും മിസ്രൈമിന്മേൽ അടിക്കുമ്പോൾ ഫറവോൻ്റെയും ജനത്തിൻ്റെയും ശ്രദ്ധ ദൈവം എന്ത് ചെയ്യുകയാണ്? ആകർഷിക്കുവാൻ തക്കവണ്ണമാണെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ മൃഗങ്ങളോടുള്ളതായ അനാദരവോ അതിനെ ഉപദ്രവിക്കുന്നതായ അവസ്ഥകളോ അല്ല. നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ ദൈവജനത്തെ വിട്ടയക്കാതിരിപ്പാൻ തക്കവണ്ണം ഫറവോൻ കൂടുതൽ റിജിഡായ മനസ്സുമായിട്ട് മോശയോടും അഹരോനോടും മൂപ്പന്മാരോടും ഒക്കെ പെരുമാറുന്നു. ജനത്തെ കൂടുതൽ അടിമത്തത്തിലേക്ക് തള്ളിയിടുന്നതായ കാഴ്ചയാണ്. അവർക്ക് ഭാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതായ കാഴ്ചയാണ് നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചതും ഈ ആഴ്ചയിൽ നാം കാണുവാൻ തക്കവണ്ണം പോകുന്നതും. ഓരോ ബാധ വരുമ്പോഴും ആ ബാധയുടെ അനുഭവം ഒന്ന് തവിയുമ്പോൾ, ഒന്ന് കുറയുമ്പോൾ ഈ ഫറവോൻ്റെ ഹൃദയം പിന്നെയും പഴയതിനേക്കാൾ കൂടുതൽ മത്സര ഹൃദയമായി തീരുന്ന അനുഭവമാണ് നാം കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ജനത്തെ ഈ ഫറവോൻ വിട്ടയക്കാതിരുന്നത്? ഇത്രമാത്രം ബാധകൾ ആ ദേശത്തിന്മേൽ വന്നിട്ടും ഫറവോൻ എന്തുകൊണ്ട് ഈ ജനത്തെ വിട്ടയക്കാതിരുന്നു എന്ന് നാം കാണുമ്പോൾ ഒറ്റ കാരണമേ ഉള്ളൂ. അടിമകളായ ഈ ജനം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ആ രാജ്യത്തെ സമ്പൽ സമർത്ഥമാക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവരെ പറഞ്ഞു വിട്ടാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ കോട്ടം സംഭവിക്കുമെന്ന് ഫറവോൻ അറിയാമായിരുന്നു. അത് ഞായറാഴ്ചത്തെ പാഠം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ദൈവവും ദൈവങ്ങളും തമ്മിലുള്ളതായ ഒരു പോരാട്ടത്തെക്കുറിച്ച്. ദൈവവും ദൈവങ്ങളും, സ്വർഗീയ പിതാവായ ദൈവം യഹോവ എന്ന നാമത്താൽ മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ മോശയ്ക്ക് കൊടുത്തതായ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുന്നതായ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമായിട്ടാണ് മോശയ്ക്ക് യഹോവ ദൈവം വെളിപ്പെടുന്നത്. നാം മനസ്സിലാക്കുമ്പോൾ ദൈവം പല പ്രാവശ്യം പല പേരുകളിൽ പലർക്കും പ്രത്യക്ഷമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതനുസരിച്ച് പല സ്ഥലങ്ങൾക്ക് പോലും പേര് വന്നതായിട്ടും വേദപുസ്തകം പറയുകയാണ്. ഇവിടെ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. യഹോവ മോശയോട് പറഞ്ഞു, അഹരോനോടും പറയുകയാണ്, ഫറവോൻ നിങ്ങളോടൊരു അത്ഭുതം കാണിക്കാൻ പറയും. അപ്പോഴും നീ അഹരോനോട് നിൻ്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അത് ഒരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്നു. യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ച് അവരും മന്ത്രവാദികളും ചേർന്ന് തങ്ങളുടെ മന്ത്രവാദത്താലും അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തരും താൻ്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോൻ്റെ ഹൃദയം യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ കഠിനപ്പെട്ടു. അവനവരെ ശ്രദ്ധിച്ചതുമില്ല. ഇവിടെ സർപ്പമായി മാറിയ അത്ഭുതത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. അതായത് ആദ്യത്തെ ഒരത്ഭുതം, ഇത് ബാധയല്ല, ഒരത്ഭുതം എന്താണ്? ന്യായവിധിക്ക് മുമ്പായിട്ട് ഒരത്ഭുതം അഹരോനും മോശയും ഈ ഫറവോൻ്റെ മുമ്പാകെ കാണിപ്പാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ആദ്യമായിട്ട് ചെയ്യേണ്ട അത്ഭുതം എന്ന് പറയുന്നത് മോശ അഹരോനോട് പറയേണ്ടത്, അഹരോൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടി നിലത്തിടാൻ പറയണം. അപ്പോഴാ നിലത്തിടുന്ന വടി സർപ്പമായി തീരും. സർപ്പം ആയി തീരുമ്പോൾ ഫറവോനും അതേപോലെ മന്ത്രവാദികളെ വിളിച്ച് അതേപോലെ ചെയ്യും. എന്നാൽ
ഈ മന്ത്രവാദികളുടെ വടികൾ സർപ്പമായതിനെ അഹരോൻ്റെ വടി വിഴുങ്ങുന്നതായ ഒരത്ഭുതമാണ്. ഫറവോൻ്റെ മുമ്പാകെ അഹരോൻ്റെ വടി സർപ്പമായി തീരുന്ന അത്ഭുതങ്ങളിലൂടെ ദൈവം ഫറവോന് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മിസ്രൈമിൽ നെഹബൗ എന്ന് പറയുന്നതായ ആരാധിച്ചിരുന്നതായ നെഹേബൗക്കൗ എന്ന് പറയുന്നതായ ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തെ അവർ ചിത്രീകരിച്ചിരുന്നത്, ആ മൂർത്തിയെ അവർ ചിത്രീകരിച്ചിരുന്നത് ഒരു സർപ്പം ആയിട്ടാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ സർപ്പ ആരാധന സർവ്വസാധാരണമാണ്. ഈ സർപ്പ രാജാവിനെ ആരാധിക്കുന്നു, സർപ്പക്കാവുകളിൽ ആരാധിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരുടെ ആ വിശ്വാസം എന്ന് പറയുന്നത്, ഈ സർപ്പങ്ങളെ ആരാധിച്ചാൽ അവർക്ക് വിഷം തീണ്ടത്തില്ല, അല്ലെങ്കിൽ വിഷകരമായ അവസ്ഥകളിൽ നിന്ന് ആ ദൈവം വിടുവിക്കും. അതിനെ ദൈവമായിട്ട് അതുകൊണ്ട് ആരാധിക്കുകയാണ്. ഇവിടെ ഈ സർപ്പത്തിൻ്റെ മൂർത്തിയെ ആലേഖനം ചെയ്ത കിരീടമാണ് ഫറവോൻ്റെ കിരീടമെന്ന് പറയുന്നത്. അതിനകത്ത് ഫറവോൻ വിശ്വസിച്ചിരുന്നത് ഫറവോനെ നിയന്ത്രിക്കുന്നതായ, ഫറവോന് ശക്തി പകരുന്നതായ, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതായ ഒരു ദൈവമുണ്ട്. അത് ഫറവോൻ ദൈവമാണ്. ഈജിപ്തുകാരുടെ കാണപ്പെട്ട ദൈവം ഫറവോനാണ്. എന്നാൽ ഈ ദൈവത്തെക്കാൾ ശക്തിയുള്ള മറ്റൊരു ദൈവമാണ് ഫറവോനെ രക്ഷിക്കുന്ന നെഹേബൗക്കൗ എന്ന് പറയുന്നതായ ഈ സർപ്പദൈവം. ഈ സർപ്പദേവനെ അവർ പവിത്രമായിട്ട് ആരാധിച്ചിരുന്നു. അതുകൊണ്ട് ഈ അവരുടെ പുരാണം അനുസരിച്ച് 7 സർപ്പങ്ങളെ വിഴുങ്ങിയ സർപ്പരാജാവാണ് ഈ നെഹേബൗക്കൗ എന്ന് പറയുന്നതായ ഈ സർപ്പം. അതുകൊണ്ടാണ് അതിനെ തന്നെ ആദ്യമേ തൊടുവാൻ തക്കവണ്ണം ദൈവം മോശയ്ക്ക് ആലോചന കൊടുത്തത്. ആ രാജാവിനെ രക്ഷിക്കുന്ന ദൈവത്തെ തന്നെ തൊടുവാൻ തക്കവണ്ണം ആലോചന കൊടുത്തത്. അതുകൊണ്ടാണ് വടി സർപ്പമായി തീരുവാനുള്ള അത്ഭുതം ഫറവോൻ്റെ മുമ്പാകെ കാണിക്കുവാൻ പറഞ്ഞത്. ഫറവോനെ സകല വിഷങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഈ സർപ്പദൈവം രക്ഷിക്കുക മാത്രമല്ല, മരണാനന്തര ജീവിതത്തിലേക്ക് സന്തോഷകരമായി പ്രവേശിക്കുവാനും ഈ ദൈവം സഹായിക്കുമെന്നുള്ള അന്ധവിശ്വാസം. അതായിരുന്നു ഈ സർപ്പത്തിൻ്റെ പണത്തോടു കൂടിയ സർപ്പത്തെ ആലേഖനം ചെയ്ത കിരീടം ഫറവോൻ ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മുടെ മേൽക്കോയ്മ ചെയ്യുന്ന, കർത്താവിന് പരമാധികാരം കൊടുക്കാത്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോ എന്ന് നാം ഈ പാഠം പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ ദൈവത്തിന് പരമാധികാരിയായി അവിടുത്തെ സന്നിധിയിൽ നമ്മളെ താഴ്മയോടെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹമേറിയ ജീവിതത്തിന് ഉടമകളാക്കി തീർത്തിരിക്കുമ്പോൾ, ദൈവത്തെക്കാൾ ഉപരി നാം മറ്റേതെങ്കിലും ആ ദൈവങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശോഭയില്ലാതാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും എന്ന് ഈ സർപ്പത്തിൻ്റെ അത്ഭുതത്തിലൂടെ അഹരോൻ കാണിച്ചു കൊടുക്കുകയാണ്. മോശയും അഹരോനും കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഈ അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഫറവോൻ ഒന്നും സംഭവിച്ചില്ല. ഫറവോൻ ഒരു കഴിഞ്ചു പോലും കുലുങ്ങിയില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഫറവോൻ്റെ ഹൃദയം എന്താണ്? കുറേയും കൂടെ റിജിഡായി തീരുന്ന അനുഭവമാണ്, മത്സരമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന കാഴ്ചയാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ദൈവത്തിൻ്റെ ആലോചന, മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വളരെ പ്രയാസമാണെന്ന് ഫറവോൻ്റെ ജീവിതത്തിലൂടെ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയത് ആരാണ്? വേദപുസ്തകം പറയാണ് ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയത്. വേദപുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഫറവോൻ്റെ ഹൃദയം 9 തവണ കഠിനമാക്കിയെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്, ദൈവമാണ് കഠിനമാക്കിയെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പിന്നെ റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മറ്റൊരു 9 തവണ ഫറവോൻ സ്വന്തം ഹൃദയത്തെ കഠിനമാക്കിയെന്ന്, ദൈവമല്ല സ്വന്തമായിട്ട് കഠിനമാക്കിയെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ഹൃദയം കഠിനമാക്കിയത് ആരാണ്? ദൈവമാണോ ഫറവോൻ തന്നെയാണോ? ഇത് വലിയൊരു ചോദ്യമാണ്. ദൈവമാണ് കഠിനമാക്കിയതെന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മുൻ നിയമിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മുൻ നിയമനം ഉണ്ടോ എന്നെല്ലാം ഉള്ള ചോദ്യങ്ങളും
അതിൻ്റെ ഒരു പഠനങ്ങളുമൊക്കെ അത് വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ പുറപ്പാടിൻ്റെ ഈ അനുഭവത്തിൽ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി എന്നിങ്ങനെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കാരണം ഫറവോനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം ചെറിയ 7 ദിവസം 3 ദിവസം ഇങ്ങനെ ഓരോ ബാധകൾ അയക്കുമ്പോൾ ഫറവോൻ ദൈവത്തെ ശ്രദ്ധിക്കുവാനാണ്, ഫറവോൻ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനാണ്, ജനത്തെ വിട്ടയക്കുവാനാണ് കൂട്ടാക്കേണ്ടത്. എന്നാൽ ഫറവോൻ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഫറവോൻ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടയക്കാതെ കൂടുതൽ കഠിനമായി അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവരെ കൂടുതൽ ഉപദ്രവിച്ച് എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പുതിയ തിന്മ മെനയുന്ന ഒരു ഹൃദയമായി തീരുകയാണ്. പുതിയ വഴികൾ, അവരെ കഷ്ടപ്പെടുത്തുവാനുള്ള പുതിയ വഴികൾ, അവരെ കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കാനുള്ള പദ്ധതികൾ ഒക്കെ ഫറവോൻ ആസൂത്രണം ചെയ്യുന്നത് എല്ലാം ദൈവം കഠിനമാക്കിയതുകൊണ്ടല്ല, ദൈവം കൊടുത്ത അവസരങ്ങളെ ഫറവോൻ അതിനെ ആക്ഷേപിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളഞ്ഞു. അതിനെ ഗൗനിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഓരോ തലം കഴിയും തോറും കഠിനപ്പെട്ടു വരുവാനും ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുവാനുള്ള ചിന്ത ഫറവോനെ ഭരിക്കുവാനും ഇടയായതെന്ന് വളരെ വ്യക്തമാക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമായ ഒരു പാഠമെന്ന് പറയുന്നത്, നമ്മുടെ മുൻപിൽ തെറ്റും ശരിയും തിന്മയും അനുസരണക്കേടും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവനിലാണോ മരണത്തിലാണോ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പം നമ്മൾ എവിടെയാണെന്നുള്ളതല്ല, നമ്മൾ ആരാണെന്നുള്ളതല്ല, നമ്മുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവനും മരണവും ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം കഠിനമാക്കിയതല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിഘാതം വരുത്തുവാൻ തക്കവണ്ണം സ്വന്തം ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഫറവോൻ ഓരോ പടി ദൈവത്തിൽ നിന്ന് അകന്ന് മാനസാന്തരപ്പെടുവാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായി, എന്നേക്കും നശിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നതാണ്. അവൻ്റെ തിരഞ്ഞെടുപ്പാണ് അതിന് കാരണം. അതിനൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെണ്ണയും കളിമണ്ണും. സൂര്യപ്രകാശം എന്ന് പറയുന്നത് സകല ജീവജാലങ്ങൾക്ക് ഒരുപോലെ ലഭ്യമാക്കുവാനാണ് സൂര്യനെ അങ്ങനെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ സൂര്യപ്രകാശം ഏത് പ്രതലത്തിലാണ് തട്ടുന്നതെന്നതിനെ ആശ്രയിച്ചാണ് അവിടെ കഠിനതയാണോ ഉരുകുന്ന അനുഭവമാണോ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും വച്ചിട്ടുണ്ട്, നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ വെണ്ണ ഒരു കട്ട വെണ്ണയിൽ ഈ സൂര്യപ്രകാശം തട്ടുമ്പോഴെന്ത് ചെയ്യുന്നു? അത് ഉരുകി അത് വെള്ളം പോലെ ആയിത്തീരും. എന്നാൽ കുറച്ച് കളിമണ്ണിലാണ് ആ സൂര്യപ്രകാശം തട്ടുന്നതെങ്കിൽ അത് കൂടുതൽ ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ ഹാർഡാവത്തേ ഉള്ളൂ, അല്ലെങ്കിൽ കട്ടിയായി തീരത്തേ ഉള്ളൂ. ഇതേപോലെയുള്ളതായ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതായ, നടത്തുന്നതായ, തരുന്നതായ ഓരോ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന വിധം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിധത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവനും മരണവും നിശ്ചയിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഈ അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാം ചൊവ്വാഴ്ചത്തെ പാഠം പഠിക്കുമ്പോൾ മിസ്രൈമിലെ ബാധകൾ, ആ മിസ്രൈം ജനത്തെ നശിപ്പിക്കാനാണോ, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിലൂടെ മിസ്രൈമിനെ ഇല്ലാതാക്കുകയാണോ ചെയ്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. മൊത്തം 10 ബാധയാണ് മിസ്രൈമിന്മേൽ അയച്ചത്. 10 ബാധയിൽ ആദ്യത്തെ ചില ബാധകൾ ഇസ്രായേൽ മക്കൾക്കും അത് സംഭവിച്ച് കാണാം. എന്നാൽ പിന്നീട് വരുമ്പോഴത്തേന് ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യരുടെ ആ ബാധ തട്ടാതെ ദൈവം കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന അനുഭവങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. എന്താണ് ഈ ബാധകളിലൂടെ നാം പഠിക്കുന്നത്? സ്വർഗത്തിലെ ജീവനുള്ള ദൈവം പരമാധികാരിയും സർവത്തിനും ശ്രേഷ്ഠനും സർവത്തെയും സൃഷ്ടിച്ചവനും പരിപാലിക്കുവാൻ ശക്തനും ആണ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം അവിടുന്ന് കാണുന്നുണ്ട്, അവിടുന്ന് അത് മനസ്സിലാക്കുന്നുണ്ട്. അവരെ വിടുവിക്കുന്ന കൈ നീട്ടുവാൻ അവിടുത്തേക്ക് മാത്രമേ കഴിയൂ എന്ന്
ഈ ലോകത്തിലെ വിഗ്രഹാരാധികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാനാണ് മിസ്രൈം ബാധയിൽ ദൈവവും ദൈവങ്ങളും എന്ന ഹെഡിങ്ങോടുകൂടി നാം ഇന്ന് പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 14, 8-ാം അധ്യായം 19 വായിക്കുമ്പോൾ ഓരോ ബാധ കഴിയുമ്പോഴെന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മോശയോട് ദൈവം അരുളി ചെയ്തതുപോലെ ഫറവോൻ്റെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെട്ടുകൊണ്ടിരുന്നു, ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല എന്ന് മനസ്സിലാക്കാം. അപ്പം ഫറവോനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുടെ ബുദ്ധിയോടുകൂടിയ സംസാരം അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന് സ്വർഗത്തിലെ ദൈവം കാണുകയുണ്ടായി. മൂപ്പന്മാരും മോശയും അഹരോനും ഒക്കെ ചെന്ന് താഴ്മയോട് പറയുകയാണ്, എൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കണം എന്ന് പറയുമ്പോൾ ആ വിട്ടയക്കാതെ ഇരിക്കുന്ന ഒരനുഭവമായിരുന്നു അത്. നേരായ മാർഗത്തിൽ നടക്കത്തില്ല എന്ന് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഫറവോൻ്റെ അടുക്കൽ, വെള്ളത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. വെള്ളത്തിലാണ് ഒന്നാമത്തെ ബാധ വരുന്നത്, വെള്ളത്തിലാണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ബാധ വെള്ളത്തെ തൊടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വെള്ളം എന്ന് പറയുന്നത് നൈൽ നദിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയും വെള്ളം ജീവൻ്റെ ഉൽപ്പത്തിയെ, ജീവൻ്റെ സ്രോതസ്സുമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പം നൈൽ നദിയെ അവരുടെ ദൈവമായിട്ട്, അതായത് നൈൽ നദിയെ അവരുടെ ദൈവം, ഹാപ്പി എന്നാണ് ആ ദൈവത്തിൻ്റെ പേര്, ആ ദൈവം ആണ് അവർക്ക് ഈ വെള്ളം കൊടുക്കുന്നത്. ഈ ജീവൻ നിലനിർത്താനും മിസ്രൈമിനെ സമ്പൽ സമർത്ഥമാക്കുന്നതിൻ്റെ എല്ലാം ഉറവിടമെന്ന് പറയുന്നത് നൈൽ നദിയാണ്. അപ്പം നൈൽ നദിയെ അത്രമാത്രം അവർ ആശ്രയിച്ചിരുന്നു, അത് ദൈവമായിട്ട് അവർ കണക്കാക്കിയിരുന്നു. ആ ദൈവത്തിൻ്റെ പേര് ഹാപ്പി എന്നാണ്. അപ്പോൾ ഈ ദൈവത്തോടാണ് ദൈവം ആദ്യമായിട്ട് തൻ്റെ ന്യായവിധി നടത്തുന്നത്. നൈൽ നദിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഈ വടി കയ്യിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വടിയും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് മരുഭൂമിയിൽ എൻ്റെ ജനത്തെ ആരാധിപ്പാൻ അവരെ വിട്ടുതരിക എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നതെന്നറിയാമോ? ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ ഈ നദിയെ അടിക്കാൻ പോവുകയാണ്, അത് രക്തമായി തീരും, മത്സ്യങ്ങളൊക്കെ ചത്തുനാറും, വെള്ളം കുടിക്കാൻ ആർക്കും കഴിയത്തില്ല, നിങ്ങൾക്ക് അറപ്പ് തോന്നുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവരത് കേട്ടില്ല. എന്നിട്ട് എന്താ ചെയ്തത്? യഹോവ ഇത് ചെയ്തു. എന്ത് ചെയ്തു? ഈ വടി കൊണ്ട് വെള്ളത്തേൽ അടിക്കാൻ പറഞ്ഞു. മാത്രമല്ല എല്ലാ ജലസ്രോതസ്സുകളെയും വടി നീട്ടാൻ പറഞ്ഞു. അങ്ങനെ പുഴ, നദി, കുളം, എല്ലാ വെള്ളവും എന്ത് ചെയ്തു? എല്ലാ ജലാശയങ്ങളും രക്തമായി തീർന്നു. മിസ്രൈം ദേശത്ത് എല്ലായിടും പാത്രങ്ങളിലിരുന്ന വെള്ളവും, കോരിവെച്ച വെള്ളവും, കിണറ്റിലെ വെള്ളവും, കുളത്തിലെ വെള്ളവും, എല്ലാ ജലാശയങ്ങളിലെ വെള്ളവും എന്ത് ചെയ്തു? രക്തമായി തീർന്നു. അതാണ് ഒന്നാമത്തെ ബാധ എന്ന് പറയുന്നത്. ഈ ബാധ മുഖാന്തരം വെള്ളം കുടിക്കാൻ അവർക്ക് കഴിയാതെ വന്നു. മത്സ്യങ്ങളൊക്കെ ചത്ത് നാറാൻ തുടങ്ങി. ഒരിടത്തും വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. ഇതുപോലെ അവരെന്ത് ചെയ്തു? ഫറവോൻ്റെ അരമനയിലേക്ക് മന്ത്രവാദികളും ഇതുപോലെ ചെയ്തു. പക്ഷേ അവർക്ക് നൈൽ നദിയിലെ വെള്ളത്തെ ശുദ്ധീകരിക്കാനൊന്നുമേ കഴിഞ്ഞില്ല. അവർ വിശ്വസിച്ചില്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് അവർ വിശ്വസിച്ചില്ല. ഈ ഫറവോൻ എന്ത് ചെയ്തു? അവരെ കൂട്ടാക്കാതെ അങ്ങ് പോയി. മിസ്രൈമ്യർ പുതിയ പദ്ധതികൾ കണ്ടുപിടിച്ചു. ഈ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം കോരാതെ അവരെന്ത് ചെയ്തു? ഓലികൾ കുടിച്ചു, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുളങ്ങൾ കുഴിച്ചു നദീതീരത്തൊക്കെ. എന്നിട്ട് പുതിയ വെള്ളം അവർ കണ്ടുപിടിച്ചു. ഇത് നമുക്ക് തരുന്ന വലിയൊരു പാഠമാണ്. ഒരു പരീക്ഷണം വന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു പരീക്ഷണം വരുമ്പോൾ എന്തുമായാലും നമ്മൾ നമ്മുടേതായ വഴികളിലേക്ക് തിരികെയാണ്. നമ്മൾ ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ കൂട്ടാക്കാതെ പുതിയ വഴികളെ കണ്ടുപിടിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പാഠമാണ്. ദൈവത്തെ ശ്രദ്ധിക്കാതെ ഇരുന്ന ഫറവോനെ പോലെ നമ്മുടെ ഹൃദയം കഠിനപ്പെടുവാൻ ഇടയായിത്തീരും. രണ്ടാമത്തെ ബാധ എന്ന് പറയുന്നത് തവളയാണ്. രണ്ടാമത്തെ ബാധ തവളയാണ്. രണ്ടാമത്തെ ബാധ നമുക്ക് വായിക്കാം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞു. അപ്പോൾ മോശയോട് കൽപ്പിച്ചു,
നീ ഫറവോൻ്റെ അടുക്കൽ പറയണം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയപ്പാൻ സമ്മതിക്കയില്ലെങ്കിൽ ഞാൻ നിൻ്റെ രാജ്യത്തൊക്കെ ഈ തവളയെ കൊണ്ട് ബാധിക്കും. എന്താണ് ഈ തവളയെ കൊണ്ട് ബാധിക്കുമെന്ന് പറയാൻ കാരണം? നമ്മൾ കണ്ടു, നൈൽ നദി എന്ന് പറയുന്നത് ഹാപ്പി എന്ന് പറയുന്ന ദൈവത്തെ പോലെ കണ്ട് ആ ദൈവമാണെന്ന് മനസ്സിലാക്കി അവർ ആരാധിച്ചിരുന്നതാണ്. എന്നാൽ മറ്റൊരു ദൈവമാണ് ഹെക്കറ്റ് എന്ന് പറയുന്നത്. അതായത് തവളയുടെ തലയോടുകൂടിയാണ് ഈ ദൈവം, തലയോടുകൂടിയ ഒരു ദൈവമാണ്. അവർ വിശ്വസിച്ചിരുന്നത് ജീവനൊക്കെ നിലനിർത്തുന്ന ദൈവം എന്ന് പറയുന്നത് ഹെക്കറ്റാണ്. ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകാനൊരു ദൈവം, ജീവൻ തരാനൊരു ദൈവം. നമുക്കറിയാം, ഇങ്ങനെ ഓരോ ദൈവത്തിനും ഓരോ ജോലിയാണ്, ഓരോ ദൈവത്തിനും ഓരോ ജോലിയാണ്. ഒരു എല്ലാ ജോലിയും കൂടെ ചെയ്യാൻ അവരുടെ ദൈവങ്ങൾക്ക് കഴിയുന്നില്ല. ഓരോ ദൈവത്തിനും ഓരോ ജോലി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലുള്ളതായ ഈ ജീവജാലങ്ങളെ, അതിൻ്റെ ജീവൻ നിലനിർത്തുന്ന ദൈവമായിരുന്നു ഹെക്കറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നോക്കുമ്പോൾ തവളയുടെ തലയാണ് അതിന്, ആ ദൈവത്തിന് തവളയുടെ തലയാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ ഇല്ലാതാക്കുവാൻ, ഈ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ, ഈ ദൈവത്തിന് ജീവൻ നിലനിർത്താൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് തവളയുടെ ബാധ കൊടുക്കുന്നത്. തവളയുടെ ബാധ വരുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അരമനയിലും ശയ്യനഗ്രഹത്തിലും കട്ടിലിലും ഭൃത്യന്മാരുടെ വീടുകളും ജനത്തിൻ്റെ അപ്പം ചുടുന്ന അടുപ്പിൽ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിൽ എല്ലായിടവും എന്ത് ചെയ്തു? തവള കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. പുഴകളിലും നദികളിലും കുളങ്ങളിലും എല്ലാം മോശയുടെ വടി അങ്ങോട്ട് നീട്ടിയപ്പോൾ തവള കയറാൻ തുടങ്ങി. മന്ത്രവാദികളും അതുപോലെ ചെയ്തെങ്കിലും അവരും അതുപോലെ ചെയ്തു. എന്നാൽ ഫറവോൻ മോശയെ അഹരോനെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞ്, തവള എന്നെ വിട്ട് മാറാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം പറഞ്ഞില്ല, ആദ്യത്തെ ബാധയ്ക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, സർപ്പമായി തീർന്നവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, ഞാൻ യഹോവയെ അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ബാധയുടെ സമയം വന്നപ്പോൾ, തവളയുടെ സമയം വന്നപ്പം ഒരു ചെറിയ കുലുക്കം, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പലരും ഇങ്ങനെയാണ്, എന്തായാലും ഒരു വിഷമമോ പ്രയാസമോ വരുമ്പം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയും. ആ ദൈവം യഥാർത്ഥത്തെ ആഗ്രഹിക്കുന്നത് വ്യക്തികളുടെ, ആ വ്യക്തി ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി ദൈവസന്നിധിയിൽ ഒന്ന് മനസ്താപപ്പെടണം, തൻ്റെ തെറ്റെന്താണെന്നൊന്ന് തിരിച്ചറിയണം. ഫറവോൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ സർവ്വജനത്തിന്മേലും ഈ ബാധ അയക്കുന്നത്. രാജാവ് പറയുന്നതേ ജനം കേൾക്കുള്ളൂ. അപ്പോൾ രാജാവിന് മനസ്സിലാക്കി കൊടുക്കണം, രാജാവ് ജനത്തോട് പറയണം. അതായിരുന്നു ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ ഒന്ന് വിവരിക്കാൻ. എന്നാൽ ഫറവോൻ എന്ത് ചെയ്തു? മോശ അഹരോനും ഫറവോൻ പറഞ്ഞതുപോലെ സമയം നിശ്ചയിക്കണമെന്ന്. എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോഴും പറഞ്ഞ് നാളെ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. എന്നാൽ അന്നേരം മോശ പറയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നീ അറിയണം, നിന്റെ ഹെക്കറ്റ് എന്ന് പറയുന്നതായ ദൈവത്തിന് ഈ പൂർണ്ണമായിട്ടും പിന്മാറാൻ കഴിയത്തില്ല, ചത്തുപോയി. ദേശം മുഴുവനും തവള കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് ഞാൻ പ്രാർത്ഥിക്കും, ഇതെല്ലാം എന്ത് ചെയ്യും? ചത്തുപോകത്തേ ഉള്ളൂ, പിന്നെ എങ്ങോട്ടെങ്കിലും മാറുകയല്ല, ഇതെല്ലാം ചത്തു. യഹോവയോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ട് ദൈവം ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും തവളയെല്ലാം ചത്തു. അതിനെ അവരെ കൂമ്പാരമായിട്ട് നാറ്റം, ദേശം മുഴുവനും നാറുവാൻ, ദേശം മുഴുവനും വൃത്തിഹീനമാകുവാൻ. ഒരു ബാധ കഴിഞ്ഞ് അടുത്ത ബാധയാകുമ്പോഴത്തേന് ദേശം മുഴുവൻ വൃത്തിഹീനമാകുന്ന ഒരനുഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവരുടെ മന്ത്രവാദികൾക്കോ ആഭിചാരകന്മാർക്കോ ക്ഷുദ്രക്കാർക്കോ ശകുനവാദികൾക്കോ ഒന്നും തന്നെ ആത്മീയമായിട്ട് അവരെ രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഫറവോന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ദൈവങ്ങളുടെ മേൽ അധികാരമുള്ള സകല ദേവന്മാരെക്കാൾ ഉന്നതനായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഫറവോന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ബാധ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞ്, ഇനി നിൻ്റെ വടിയും എടുത്തുകൊണ്ട് നിലത്തിലെ പൊടിയെ അടിക്കാൻ പറഞ്ഞു. നിലത്തിലെ പൊടി, അതായത് ഭൂമിയെ തൊടണം. വെള്ളത്തെ തൊട്ടു. 2 ബാധ വെള്ളത്തിലാണ് വന്നത്, ഇനി അടുത്തത് കരയിലാണ്. മൂന്നാമത്തെ ബാധ എന്ന് പറയുന്നത് അവരുടെ ഗബ്ബെന്ന് പറയുന്ന ദേവന് എതിരായിട്ടുള്ളതാണ്. ഗബ്ബ്, അത് പേൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു തല, പേനിൻ്റെ ഒരു രൂപമുള്ളതായ ഒരു തലയുള്ളതായ ഒരു ദൈവമായിരുന്നു ഗബ്ബ്. എന്നാൽ അതിനെയാണ് ഈ പൊടിക്ക് വേണ്ടിയുള്ള ദൈവം. ഈ പൊടി ദൈവത്തിന് ഹെബ് എന്ന ദൈവത്തിനോട് ഇവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
ഇതിനെക്കുറിച്ച് വലിയ വിവരണമൊന്നും പറയുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലത്തിലെ പൊടിയെ അടിച്ചപ്പോൾ അത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും മേൽ പേനായിട്ട് തീർന്നു. മിസ്രയീം ദേശത്തൊക്കെ നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്കത് കഴിഞ്ഞില്ല. 1ഉം 2ഉം ബാധകൾ മോശയും അഹരോനും ചെയ്തതുപോലെ വരുത്താൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ 3ാമത്തെ ബാധയുടെ സമയം വന്നപ്പോൾ നിലത്തിലെ പൊടിയെല്ലാം പേനായി പരിണമിക്കുന്ന ആ കാര്യം അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവർ ഒരു കാര്യം അപ്പോഴും മനസ്സിലാക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ വിരലാണ്. മിസ്രയീമിൻ്റെ ആത്മീയ രക്ഷകന്മാർ ഒരു കാര്യം മനസ്സിലാക്കി, തങ്ങളുടെ ആത്മീയത കൊണ്ട് ഇവിടെ ഒരു കാര്യവുമില്ല, ഇതൊരു ദൈവത്തിൻ്റെ കരമാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞു. എന്നിട്ടും ഫറവോൻ ഒരു കുലുക്കവും ഉണ്ടായില്ല. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പിറ്റേ ദിവസമായപ്പോഴത്തേന് മോശയോട് പറയണം, ഇത് കൂടുതൽ ദിവസം നിന്നില്ല. കാരണം അത്രമാത്രം ഭയങ്കരമായിരുന്ന ഒരു ദിവസമെങ്കിലും ആണെങ്കിലും ഭയങ്കരമായ ഒരനുഭവമാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ വീട് വളരെ പൊടി വീടാണ്. അത് ഈ ഉണക്കാവുമ്പം ഒരു തരം കുഞ്ഞ് ചെള്ളെന്ന് പറയുന്ന ഒരു സാധനം മണ്ണിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ മണ്ണിൽ നിന്നാണ് ഇത് കയറി വരുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ കടിക്കും. അപ്പോൾ അത് ഈ മണ്ണ് ചൂടായി ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഞാൻ പലപ്പോഴും ഈ ബാധയുടെ കാര്യം ഓർക്കുമ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ആ ചെള്ളിനെക്കുറിച്ച്. കുഞ്ഞു സാധനമാണ്, പേനിനെ പോലെ വളരെ ചെറുതാണ്. ഈ പൊടി മണ്ണിൽ നിന്നുണ്ടാവുന്നതായ ഒരു ജീവിയാണ്, വളരെ കടിക്കുന്നതാണ്. അത് കന്നുകാലികളെയൊക്കെ വളരെയേറെ ചൊറി പിടിപ്പിക്കുന്ന തരം അത് കടിച്ചു പൊട്ടിക്കും. നമ്മുടെയൊക്കെ പുറത്ത് തൊട്ടാൽ നമ്മുടെ എല്ലാം പുറം ചൊറിയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ മിസ്രയീമ്യർക്ക് ഈ ബാധ എല്ലാവർക്കും ചൊറിച്ചിലായി, മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഈ പേനിൻ്റെ അസഹ്യമായ ചൊറിച്ചിലും വേദനയും വന്നപ്പോൾ ആത്മീയ രക്ഷകരെന്ന് പറയുന്നതായ മന്ത്രവാദികൾ പറയാണ്, രാജാവേ, ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നതല്ല, ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ കരമാണെന്ന് പറഞ്ഞിട്ടും രാജാവ് തൻ്റെ മനസ്സ് മാറ്റുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം പറയാണ്, മോശേ, ഇവനതൊന്നും കേൾക്കത്തില്ല, അതുകൊണ്ട് നീ രാവിലെ എഴുന്നേറ്റ് ഫറവോൻ്റെ മുമ്പാകെ നിൽക്കണം. അവൻ നൈൽ നദിയിൽ വരും, വെള്ളത്തിൻ്റെ അടുക്കൽ വരണം. അപ്പോഴവനോട് പറയണം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ നീ വിട്ടയക്കണം, അല്ലെങ്കിൽ നിൻ്റെയും ഭൃത്യന്മാരുടെയും മേൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നായീച്ചയെ അയക്കും. ഈച്ച ദൈവം, അവരുടെ മറ്റൊരു ദൈവമാണ് ഈച്ച ദൈവം. ഉറ്റാച്ചി എന്നും പറയും, കെബ്രി എന്നും പറയും ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തെ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ സൃഷ്ടിതാവായിട്ടാണ് കണക്കാക്കുന്നത്. നായീച്ച 1500-ലധികം ദേവന്മാരും ദേവതകളും ഉള്ളതായ ഒരു രാജ്യമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഒരു സൃഷ്ടിതാവായിട്ട് കണക്കാക്കുന്ന ഈ നായീച്ച അവരുടെ മേൽ വരുമെന്ന് പറഞ്ഞിട്ട് അവരുടെ വീടുകൾ മിസ്രയീം ദേശത്ത് എല്ലായിടവും എന്ത് ചെയ്തു? നായീച്ചയാലങ്ങ് മൂടുവാൻ തക്കവണ്ണം ഇടയായി. ഭൃത്യന്മാരുടെ വീടുകളിൽ മിസ്രയീം ദേശത്ത് എല്ലായിടവും നായീച്ച വരുവാനിടയായി തീർന്നു. നായീച്ച കൊണ്ടിങ്ങനെ നിറഞ്ഞു. അപ്പോൾ ഇത് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയും. മുഴുവനും ശരീരം വൃത്തികേടാകുന്നു, ദേശം വൃത്തികേടാകുന്നു, അവരുടെ ആരാധന സ്ഥലങ്ങൾ മൊത്തം എങ്ങൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായപ്പോൾ നമുക്കറിയാമല്ലോ, ബൈബിളിൽ സൃഷ്ടി ഇപ്പോൾ നടത്തുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. ആദാമിനെ ഹവ്വയും നിലത്തിലെ പൊടി കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഇവിടെ അതേപോലെ അവർ ആ സൃഷ്ടിതാവായിട്ട് കണക്കാക്കുന്ന നായീച്ചയെ തൊട്ടിരിക്കുകയാണ് ദൈവം. നായീച്ച അയച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വിരലാണെന്ന് അവർ ദൈവത്തിൻ്റെ പ്രേരണയെ വീണ്ടും വീണ്ടും നിരസിക്കുമ്പോൾ ഈച്ചകൾ എന്ത് ചെയ്തു? ഉവാച്ചിറ്റ്, അല്ലെങ്കിൽ ഉവാച്ചിറ്റ് എന്നും പറയും, കെബ്രി എന്നും പറയും. ഇതിന് പറയുന്നത് നായീച്ചയുടെ തലയോടുകൂടിയ ഒരു ദേവത, സൃഷ്ടിയുടെ പുനർജന്മമൊക്കെ ചെയ്യുന്ന ദേവനായിട്ടും ദേവിയായിട്ടും ഒക്കെയാണ് ഇവരിതിനെ കെബ്രിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം എന്ത് ചെയ്തു? എബ്രായരെ സംരക്ഷിക്കുകയും മിസ്രയീമ്യർക്ക് ബാധ വരുത്തി ദേശത്തെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നായീച്ചയിൽ നിന്ന് പൂർണ്ണമായിട്ടും സംരക്ഷിക്കുവാൻ ദൈവം ആലോചനയിടുകയാണ്. കാരണം അവർക്കും കൂടെ വരികയാണെങ്കിൽ അവർ വിട്ടുപോകുവാൻ തക്കവണ്ണം വിസമ്മതിക്കും. മോശയോടെയും അഹരോൻ്റെയും വാക്ക് കേൾക്കാതെ ഇരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിനൊരു വേർതിരിവ് നായീച്ചയുടെ ബാധയോടുകൂടി അവിടെ കാണുകയാണ്. അതേസമയം ദൈവം എന്നിട്ടും ഫറവോൻ
ഒരു കുലുക്കം ഉണ്ടായില്ല. ഫറവോൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ദേശത്ത് പോയി നിങ്ങൾ യാഗം കഴിച്ചോ. മോശെ അഹരോനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ ദൂരെ ഒന്നും പോവണ്ട, യാഗം കഴിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ പോയി യാഗം കഴിച്ചോ. അപ്പോൾ ഒരു ചെറിയ കുലുക്കം, ഒരു ബാർഗൈനിങ് മോശയോട് നടത്തുകയാണ്. നിങ്ങൾ ദേശത്ത് വെച്ച് തന്നെ യാഗം കഴിക്കുവാൻ പറയുകയാണ്. അപ്പോൾ മോശ അതിന് ഉത്തരം പറഞ്ഞത്, മിസ്രൈമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരും. അതുകൊണ്ട് അവർ കാണുക ഞങ്ങൾക്ക് യാഗം കഴിക്കാൻ പറ്റത്തില്ല, അവർ കല്ലെറിയും. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾക്ക് ആരാധിക്കാൻ 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് മാറാൻ വേണ്ടി, നായിച്ച മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളെ വിട്ടയക്കാം എന്ന് പറയുന്നതനുസരിച്ച് മോശ അങ്ങനെ ചെയ്തു. മോശ പ്രാർത്ഥിച്ചു. യഹോവ മോശയുടെ പ്രാർത്ഥന കേട്ട് നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ എല്ലാവരെയും ജനത്തെ വിട്ട് നീങ്ങിപ്പോകുവാനിടയായി. അപ്പോഴാ അടുത്ത ബാധ ദൈവം അയക്കുകയാണ്. 5ാമത്തെ ബാധ എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് പരു വരുന്നതായ ഒരു അനുഭവമായിരുന്നു. നമുക്ക് വായിക്കാം. 9-ാം അധ്യായത്തിൽ മോശ ഫറവോൻ്റെ അടുക്കൽ ചെന്നിട്ട് വീണ്ടും പറയുകയാണ്, എബ്രായരുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യഹോവ കൈനീട്ടിയിട്ട് കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് ഇങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളുടെ മേൽ അതികഠിനമായ വ്യാധി ഉണ്ടാകും എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് മൃഗസമ്പത്താണ്. പ്രത്യേകിച്ച് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പം മിസ്രൈമിലെ കുതിര കച്ചവടം എന്ന് പറയുന്നത് വളരെ ആദായകരവും എല്ലാ ദേശങ്ങളിലും അറിയപ്പെട്ടതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. കുതിരകളുടെ കച്ചവടം, അതുപോലെ കന്നുകാലികൾ, അവരുടെ കന്നുകാലി സമ്പത്തും എല്ലാം വളരെ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ തൊടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവരുടെ സമ്പദ് വ്യവസ്ഥയെ തൊടുമ്പോഴെങ്കിലും അവരൊന്ന് താളടിയായി, ഒരു രാജാവ് ഒന്ന് സമ്മതിക്കുവാൻ തക്കവണ്ണം ഒരവസരം കൊടുക്കുകയാണ്. അങ്ങനെ പക്ഷേ മിസ്രൈമിലെ മൃഗങ്ങൾക്കും ഇസ്രായേലിയരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വെച്ചതിന് ശേഷം മോശയുടെ ദൈവം പറഞ്ഞതുപോലെ മോശ അതികഠിനമായ ഇസ്രായേൽ മക്കൾക്ക് സകലത്തിൽ ഒന്നുപോലും ചാകാതിരിക്കുവാൻ ദൈവം ഒരു ഇത് വെച്ച് എല്ലാ മൃഗങ്ങളും മിസ്രൈമ്യരുടെ മൃഗങ്ങൾ എന്ത് ചെയ്തു? ചത്തുപോയി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഫറവോൻ എന്ത് ചെയ്തു? ദേശത്തെല്ലാം നടന്ന് ഇസ്രായേൽ ഗ്രഹത്തിൽ അന്വേഷിച്ചപ്പോൾ അവരുടെ ഒരു മൃഗം പോലും ചത്തുപോയതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. പക്ഷേ അവരെ വിട്ടയക്കാനും മനസ്സില്ല. കാരണം അവരുടെ ജോലിയെല്ലാം മുടങ്ങും. അവർക്ക് സമ്പത്ത് കൊണ്ടുവരുന്നതായ ജോലിക്കാരില്ലാതെ വന്നാൽ ആ ദേശത്ത് സമ്പത്ത് കിട്ടത്തില്ല. കന്നാലി എവിടെന്നെങ്കിലും പോയി വാങ്ങാം. പക്ഷേ ഈ ജനം പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥയെയും അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഫറവോൻ്റെ ഹൃദയം പിന്നെയും കൂടുതൽ കഠിനമാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ദൈവം മോശയോട് പറഞ്ഞു, അഹരോനോട് പറഞ്ഞു, നീ അടുപ്പിൽ നിന്ന് കുറച്ച് ചാരം എടുത്തിട്ട് ഇത് ഫറവോൻ്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറാൻ പറഞ്ഞു. ആഷ്. അവരുടെ ഒരു ദൈവത്തിൻ്റെ പേരെന്തോന്നറിയാമോ? അവരുടെ ഒരു ദൈവത്തിൻ്റെ പേരാണ്, മന്ത്രവാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ദൈവമുണ്ടായിരുന്നു ഈജിപ്തുകാർക്ക്. അതിന് ഇസിസ് എന്നാണ് പേര്. ആ ദൈവത്തിനെതിരായിട്ടായിരുന്നു 6ാമത്തെ ബാധ, മനുഷ്യർക്ക് പരിക്കൾ വരുന്ന ബാധ. 6ാമത്തെ ബാധ മനുഷ്യർക്ക് പരിക്കൾ വരുന്നതായ ബാധയാണ്. മൃഗങ്ങൾക്ക് വ്യാധി വന്നു, ഇനി അടുത്തത് മനുഷ്യരെ ബാധിക്കുകയാണ്. അങ്ങനെ മനുഷ്യർക്ക് പരിക്കൾ വരുവാൻ തക്കവണ്ണം കുറച്ച് ചാമ്പലെടുത്ത് എന്ത് ചെയ്തു? ഫറവോൻ്റെ മുമ്പാകെ മോശയോട് ദൈവം പറഞ്ഞതുപോലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലത് വിതറിയപ്പം മനുഷ്യർക്കും മൃഗങ്ങൾക്കും അത് പരുവായിട്ട് തീർന്നു. ഇങ്ങനെ പരുവ് വരുവാൻ തക്കവണ്ണം മന്ത്രവാദികൾക്കും പരുവായി തീർന്നു. ഇപ്പോൾ മോശയുടെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. അവർക്ക് ഭയങ്കരമായ വേദനയും ചൊറിച്ചിലും എല്ലാം വന്നപ്പോഴത്തേന് അവർ യഹോവയോട് പറയാണ്, മോശയോട് പറഞ്ഞ്, ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കി ജനത്തെ ശ്രദ്ധിച്ചില്ല. പക്ഷേ മന്ത്രവാദികൾക്ക് അവരുടെ ദൈവത്തെ യാഗം കഴിക്കുവാനോ ശുശ്രൂഷിപ്പാനോ ആരാധന നടത്താനോ ഒന്നും കഴിയാതെ വേദന കൊണ്ട് പുളയുകയാണ്. അപ്പോൾ ദൈവം മോശയോട് വീണ്ടും പറയാണ്, നീ വീണ്ടും രാവിലെ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ രാവിലെ ഫറവോൻ്റെ അടുക്കലേക്ക് ചെല്ലണം.
എന്നിട്ട് അവനോട് പറയണം ദൈവത്തെ ആരാധിക്കുവാൻ, തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ. സർവഭൂമിയിലും യഹോവയെപ്പോലെ മറ്റാരുമില്ല എന്ന് ഈ ഫറവോൻ ഈ പ്രാവശ്യം അറിയും എന്ന് പറയുവാൻ തക്കവണ്ണം ഇടവരുത്തി. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെ നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും അയക്കും. എങ്ങനെയാണ്? നിനക്കും നിൻ്റെ ഭൃത്യന്മാർക്കും നിൻ്റെ ജനത്തിനും വളരെ കഠിനമായി വാദിക്കത്തക്കവണ്ണം കൽമഴ പെയ്യിക്കുവാൻ പോവുകയാണ്. കൽമഴ, വലിയ വലിയ ഐസ്, വലിയ വലിയ പാറ പോലത്തെ ഐസ് ആകാശത്തുനിന്ന് വീഴുന്നതാണ് കൽമഴ എന്ന് പറയുന്നത്. ആലിപ്പഴമെന്ന് പറയുന്നത് അത് ചെറിയതാണ്, അതത്ര വലുതല്ല. എന്നാൽ വലിയ കല്ല് കണക്ക് ഐസിൻ്റെ വലിയ പാറകൾ ആകാശത്തുനിന്ന് വീഴുന്നതായ ഒരു ന്യായവിധിയാണ് ഈ ഫറവോനും ഭൃത്യന്മാർക്കും ജനത്തിനും വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കൽമഴ വരുവാൻ അവരുടെ ദൈവമായ ആകാശദേവിക്ക് എതിരെയാണ്, നട്ടെന്ന് പറയുന്നതായ ആകാശദേവിക്കെതിരെയാണ് ദൈവം ആ ബാധ അയക്കുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് ഈ ആകാശത്തിൻ്റെ ശക്തികളെ എല്ലാം നിയന്ത്രിക്കുന്നത് നട്ടെന്ന് പറയുന്നതായ ഈ ദേവിയാണ്. അതുകൊണ്ട് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരമാണെന്ന് ഫറവോന് മനസ്സിലാകുവാൻ തക്കവണ്ണം ഈ മനുഷ്യനിർമ്മിതമായ അന്ധവിശ്വാസത്തിന് ഒരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം അവർ ഈ ബാധയിൽ അവരുടെ ദൈവത്തിന് ശക്തി ഇല്ലാതാക്കുന്നതായ ഒരു അനുഭവമാണ്. ഏതാ? നട്ടെന്ന് പറയുന്നതായ ദൈവത്തിന് ശക്തിയില്ലാതെ, ആകാശദേവതയാണ്, ആകാശത്തിൻ്റെ ശക്തികളെ നിയന്ത്രിക്കുകയാണ് ആ ദൈവം എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആ ദൈവത്തിൻ്റെ അശക്തിയെ വെളിപ്പെടുത്തുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ ആ ഏഴാമത്തെ ബാധയായ കൽമഴയുണ്ടായി. കൽമഴ എങ്ങനെയാണ് പെയ്തതെന്ന് ഇവിടെ പറയുന്നുണ്ട്. കൽമഴ വരുവാൻ തക്കവണ്ണം മോശ ഇസ്രായേൽ ദേശത്ത് വരുന്നതിന് മുൻപേ ഇസ്രായേലിയരോട് പറഞ്ഞ്, നാളെ ദൈവം കൽമഴ അയക്കും, നിങ്ങൾ വയലിലുള്ള മൃഗങ്ങളെല്ലാം ഭദ്രമായിട്ട് കൊണ്ടുവന്ന് വീട്ടിലാക്കണം, അതിൻ്റെ ഗോശാലയിൽ കൊണ്ടുവന്നാക്കണം, വെളിയിൽ ഒന്നിനെയും കെട്ടരുത്, വെളിയിൽ നിൽക്കുന്നതെല്ലാം നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അത് കേട്ട കുറേ പേര് രക്ഷപ്പെടുകയുണ്ടായി. കേൾക്കാത്തവരുടെ മൃഗങ്ങളും മരിച്ചുപോയി, ഭൃത്യന്മാരും മരിച്ചുപോയി എന്ന് പറയുകയാണ്. ഇവിടെ യഹോവ കൽമഴ വരുത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എല്ലാ സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടാൻ പറഞ്ഞു. മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോഴും സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇടിയും കൽമഴയും ഭൂമിയിലേക്ക് തീയും പാഞ്ഞിറങ്ങിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതായത് വലിയ ഇടി. നമുക്ക് ഇന്ന് വളരെ പരിചിതമാണത്. കാരണം ചില പ്രദേശത്ത് പെട്ടെന്നാണ് മഴയുണ്ടാകുന്നത്. ഇപ്പോൾ ഫ്ലോറിഡയിൽ മഴയുണ്ടായി, 45 മിനിറ്റ് കൊണ്ട് 4 മാസം പെയ്യേണ്ട മഴ പെയ്ത് നദികൾ കവിഞ്ഞ് 100-ലധികം ആളുകൾ ആ 45 മിനിറ്റിനുള്ളിൽ നഷ്ടപ്പെട്ടു. അനേകം ഭവനങ്ങൾ, കെട്ടിടങ്ങൾ തകർന്നില്ലാതായെന്നെല്ലാം നമ്മൾ പത്രമുഖാന്തരം മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇപ്പോഴും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഈ കൽമഴയെക്കുറിച്ചൊന്നും ഇത്ര ശാസ്ത്രീയമായിട്ട് മനസ്സിലാകാതിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതായ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഈ ബാധ അവിടെ തട്ടുന്നതിൻ്റെ ആ അത്യുഗ്രമായ ഒരു സീനറിയാണ് നമുക്ക് 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ, ആകാശത്തിൽ നിന്ന് യഹോവ എന്ത് ചെയ്തു? ഇടിയോടുകൂടിയ മഴ, വലിയ പ്രകമ്പനം കൊള്ളിച്ചാണ് വലിയ ഐസ് കട്ടകൾ താഴേക്കിടുന്നത്. വലിയ ശക്തിയോടുകൂടി ആകാശം തമ്മിൽ കൂട്ടിമുട്ടുകയാണ്, മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അതുപോലെ ആ സമയത്ത് കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന തീയോടുകൂടി പാഞ്ഞിറങ്ങിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സമയത്തുണ്ടാകുന്ന ആ ഇടിയുടെ ആഘാതത്തിൽ വലിയ വലിയ ഐസുകൾ, കട്ടകൾ താഴേക്ക് വീഴുകയും ഇടിയേറ്റ് അനേകം മൃഗങ്ങളും മനുഷ്യരും മരിക്കുകയും അതിൻ്റെ പാച്ചിലിൽ അത് വന്ന് വീണാൽ പിന്നെ വെള്ളപ്പൊക്കമുണ്ടാകുകയും മഴ ഇങ്ങനെ കൽമഴയോടുകൂടി വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായി തീർന്നു. ജനവാസം തുടങ്ങിയത് മുതൽ അതുവരെയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും ഈ കൽമഴ എന്ത് ചെയ്തു? സംഹരിച്ചു കഴിഞ്ഞു. കൽമഴ വയലിലുള്ള സകല സസ്യത്തെ നശിപ്പിച്ചു, പറമ്പിലെ വൃക്ഷത്തെ തകർത്തു. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് കൽമഴ ഉണ്ടായില്ല. അപ്പോൾ ഫറവോൻ
ആളയച്ചു. മോശയോട് ഫറവോനെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞ്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു പോയി, നിങ്ങൾ എൻ്റെ നിങ്ങൾ നീതിയുള്ളവരാ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാരാ, അതുകൊണ്ട് എൻ്റെ ജനവും ദുഷ്ടന്മാരായതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കണം, ഈ കൽമഴയൊന്ന് മാറിക്കിട്ടാനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയെങ്കിലേക്ക് മോശ കൈമലർത്തി. ദൈവം പ്രാർത്ഥന കേട്ടു, കൽമഴയെ ശാസിച്ചു. പിന്നെ ദേശത്ത് ശാന്തത ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണമാണ് ഇതൊക്കെ വരുത്തിയെങ്കിലും ഫറവോനും കൂട്ടരും എന്ത് ചെയ്തില്ല? ദൈവത്തെ ഭയപ്പെട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. 8ാമത്തെ ബാധ എന്ന് പറയുന്നത് വെട്ടുക്കിളിയാണ്. അപ്പോൾ കൽമഴയിൽ നശിക്കാത്ത കുറച്ച് സസ്യങ്ങളുണ്ടായിരുന്നു. ആ സസ്യങ്ങളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം വെട്ടുക്കിളിയെ എന്ത് ചെയ്തു? ദേശത്തേക്ക് അയച്ചു. വെട്ടുക്കിളി എന്ന് പറയുന്നത് അവരുടെ ഒരു ദൈവത്തിൻ്റെ വെട്ടുക്കിളിയൊക്കെ നിയന്ത്രിക്കുന്നത് അവരുടെ വെട്ടുക്കിളിയുടെ ദൈവത്തെ ശേത്ത് എന്നാണ് പറയുന്നത്. അത് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ ആ ദൈവം എന്ത് ചെയ്തു? ഈ വെട്ടുക്കിളി വന്നപ്പോൾ സഹായിച്ചില്ല. സസ്യജാലം മുഴുവനും പെട്ടെന്ന് നശിക്കുവാനിടയായി തീർന്നു. എന്നിട്ടും ഫറവോൻ എന്ത് ചെയ്തില്ല? ജനത്തെ വിട്ടയച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ അടുത്ത ബാധ എന്ന് പറയുന്നത് കൂരിരുട്ടാണ്. 9ാമത്തെ ബാധ കൂരിരുട്ടാണ്. അപ്പം പകൽ വാഴേണ്ടുന്നതിന് സൂര്യനെയും രാത്രി വാഴേണ്ടുന്നതിന് ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവം ആകാശത്തിൻ്റെ ഗതികളെ 19ാം സങ്കീർത്തനം പറയുന്ന ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിച്ച് ദേശത്തിന് വേണ്ട വെളിച്ചവും ചൂടും നൽകി സസ്യജാലങ്ങൾക്കൊക്കെയും ഈ അനുഗ്രഹമായി വരുമ്പോൾ അത് ദൈവമായിട്ട് ആരാധിക്കുവാൻ ദൈവവചനം പറയുന്നില്ല. അതിനെ സൃഷ്ടിച്ചവനെ ആരാധിക്കുവാനാണ് നമ്മളോട് ദൈവം പറയുന്നത്. എന്നാൽ ഈ സൂര്യനോ ചന്ദ്രനോ ഈ പറയുന്നതായ ഒരു ദൈവത്തിനോ അവരുടെ മേൽ വന്ന ബാധകളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 3 ദിവസം കൂരിരുട്ടുണ്ടായി. 3 ദിവസമാണ് ദേശത്ത് കൂരിരുട്ടുണ്ടായി. ഒന്നും കാണാൻ പറ്റാത്തതായ കൂരിരുട്ട് ഉണ്ടായി. അപ്പോൾ ഈ കൂരിരുട്ടിലും മോശ എന്ത് ചെയ്തില്ല? ഈ അത്ഭുതങ്ങളൊക്കെ പെരുകിക്കൊണ്ടിരുന്നെങ്കിലും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ 9 ബാധകളും അയച്ചിട്ടും ജനത്തെ വിട്ടയക്കുവാൻ തക്കവണ്ണം ഒരു കാരണവശാലും ഈ ഫറവോൻ കൂട്ടാക്കാതിരുന്നത് കൊണ്ട് നമുക്ക് സദൃശവാക്യത്തിൽ പറയുന്നത് അവൻ്റെ ഗർവവും അവൻ്റെ അഹങ്കാരവും അവൻ്റെ അധപ്പതനത്തിന് കാരണമായി എന്ന് നാം മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാഠങ്ങളിലൂടെ ഈ 9 ബാധകളിലൂടെ നമുക്കിന്ന് തരുന്ന വലിയ വിടുതലിൻ്റെ ഒരു പാഠമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര അത്ഭുതകരമായ വിടുതലുകളാണ് ഓരോ ദിവസവും നമുക്ക് നൽകി തരുന്നത്. നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, നമ്മെ ദൈവമക്കളായി വേർതിരിക്കുവാൻ ദൈവം തരുന്നതായ ഓരോരോ അത്ഭുതങ്ങളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ ഭൂമിയിലുള്ളതായ സൃഷ്ടികൾക്കൊന്നും നമ്മുടെ ദൈവങ്ങളായി തീരരുത്. സൃഷ്ടിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം നമ്മളുടെ സൃഷ്ടികർത്താവാണ്. അവിടുത്തേക്ക് മഹത്വം കൊടുക്കുവാനുള്ള നാഴിക വന്നിരിക്കുകയാണ്. അവിടുത്തെ ആരാധന, അവിടുത്തെ മാത്രം ആരാധിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കപ്പെടേണ്ടതാണ് എന്ന് 3 ദൂതന്മാരിൽ 1ാമത്തെ ദൂതൻ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ത്യബാധകൾ വരുവാൻ സമയമായ കാലത്താണ് നാം ആയിരിക്കുന്നത്. ഈ ബാധകളുടെ ഓരോ ബാധ കഴിയും തോറും അവിടെ പല്ലുകടിയും കരച്ചിലുമൊക്കെ ഉണ്ടാവുന്നു എങ്കിലും കൂടുതൽ റിജിഡാവുന്ന അനുഭവമാണ്. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ തള്ളി പറയുന്നത് നാം വെളിപാട് പുസ്തകത്തിൽ കാണുകയാണ്. ഈ അനുഭവങ്ങൾ ഇനിയും വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ 10 ബാധകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പുറപ്പാട് എന്ന വാക്ക് വന്നത്. നാമും ഇവിടെ പുറപ്പെടുവാൻ തക്കവണ്ണം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകുഞ്ഞുങ്ങളെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്, മുദ്രയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചുറ്റുപാട് നടക്കുന്നതായ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി, മുദ്രയിട്ടപ്പെട്ടവരായി, ഹൃദയശുദ്ധിയുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വിളിക്കപ്പെടുമ്പോൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓരോ വചനവും നമ്മളെ അതിനായിട്ട് ഉറപ്പും പ്രത്യാശയിലേക്ക് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാഠത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ,
അനുഗ്രഹമേറിയ പാഠങ്ങൾ നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം. മാനസാന്തരത്തിന് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് തരുന്ന വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മോശയെ അഹരോനെയും ഈ ഭൂപരപ്പിലെന്ന് ഫറവോന്റെ സന്നിധിയിൽ നിർത്തിയതുപോലെ ഈ അന്ത്യനാളിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ദൗത്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അടിയങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി തന്നെ മുദ്രയിടപ്പെട്ടവരായി തന്നെ അവിടുത്തെ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ജീവൻ്റെ വഴിയിൽ തന്നെ പ്രകാശങ്ങളായി നിൽക്കുവാൻ, മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കുവാൻ അടിയങ്ങൾ ഏറ്റെടുക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അന്ത്യബാധകളുടെ സമയത്ത് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ വേർതിരിക്കുന്ന സമയത്ത് ആ ഗോശേൻ ദേശത്ത് ഒരു ബാധയും തട്ടാതിരുന്നതുപോലെ ദൈവമേ, രക്തക്കോട്ടയ്ക്കുള്ളിൽ അടിയങ്ങളെ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.